ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സുമി മൂഫാസ് ടേസ്റ്റി കിച്ചൻ. എൻ്റെ ശനിയാഴ്ചത്തെ അതായത് ഇന്നലത്തെ ഒരു ഉച്ചത്തെ ലഞ്ചും കുറച്ച് ക്ലീനിങ്ങൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് ഒരു പടവലങ്ങ ഒരെണ്ണം നാടൻ പടവലങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉണക്ക ചെമ്മീനുണ്ടല്ലോ, അത് നല്ല ചമ്മന്തിപ്പൊടി പോലെ ഉണ്ടാക്കുന്ന ഒരു കറിയും കൂടെ കേട്ടോ. കറിയല്ല, ഒരു ചമ്മന്തിപ്പൊടി. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഒരു തക്കാളി മോരുകറി പോലെ വെച്ചതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. പടവലങ്ങ മെഴുക്ക് പുരട്ടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഒരു തക്കാളി കറി, ടൊമാറ്റോ കറി കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെയൊക്കെ ലഞ്ചൊക്കെ തയ്യാറായി, ലഞ്ച് കഴിച്ചിട്ടുണ്ടാവും. വേറെ എന്തൊക്കെയുണ്ട് പരിപാടികൾ? അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ഇച്ചിരി നമ്മുടെ ഈ ജനലും മറ്റുമൊക്കെ ഒന്ന് ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ചെയ്തിട്ട് കുറച്ചായിരുന്നു. ജസ്റ്റ് ഒരു മാറാലടിക്കലും തുടയ്ക്കലും മറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഉണക്ക ചെമ്മീൻ ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് വെള്ളം വാർത്തെടുത്ത ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഫുള്ളായിട്ട് വാർന്ന് പോയതിന് ശേഷം വേണം വറുത്തെടുക്കേണ്ടത് കേട്ടോ. ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചാനൽ തുടങ്ങിയ ടൈമിലൊക്കെ കൊഴുവ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വേറൊന്നുമില്ല, ചെമ്മീനൊന്ന് നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്ത ശേഷം അത് ചീനിച്ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും പോലെ എടുക്കുക കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. ഈ തേങ്ങയിലേക്ക് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കുറച്ച് ചെറുള്ളി, പിന്നെ മുളക് പൊടി, കുറച്ച് ജീരകം, പിന്നെന്താണ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് നമ്മൾ ഓൾറെഡി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു അരമുറി, അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയുടെ അരമുറി തേങ്ങ, ഒരു ഇടത്തരം തേങ്ങ. അപ്പോൾ അതിൽ ചെറുള്ളി, നമ്മുടെ മുളക് പൊടി, ഉപ്പ്, ചെറുജീരകം ഇത്രയും കൂടെ ചേർത്തിട്ട് ആദ്യം മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ. അതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഒന്ന് തണുത്തതിന് ശേഷം ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി പൊടിഞ്ഞു പോകരുത്, ലൈറ്റായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഒരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഇട്ടിട്ട് ഉപ്പും മറ്റുമൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തു. ഇത് കുറച്ചും കൂടെ, ഇത്ര പോലും കട്ട പിടിക്കാൻ പാടില്ല, നല്ല ഇങ്ങനെ വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും അതിനൊരു ചെമ്മന്തി പൊടിയുടെ ഒരു ഇത് വരത്തുള്ളൂ. ഇതിപ്പോൾ കുഴപ്പമില്ല. ഞാൻ നമ്മളെ എന്താണ് തേങ്ങയുടെയും പിന്നെ ഉള്ളിയുടെയും ഒക്കെ ഉള്ള ഒരു നനവ് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ഒരു രീതി വന്നത്. അപ്പം മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ ചമ്മന്തി പൊടി ആയിട്ടുണ്ട്, മോരുകറി ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കാൻ എത്തിയിട്ടില്ല. ആ സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്, ഒത്തിരി വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് മാറാലെ അടിക്കുക. പിന്നെ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുക, നനഞ്ഞ തുണിയുണ്ട്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മോള് നല്ല ഉറക്കത്തിലാണ്, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ മോന് സ്കൂളിൽ അവൻ കളിക്കാനൊക്കെ ആയിട്ട് പോയിക്കുക. അപ്പോൾ വേറെ അങ്ങനെ നമ്മൾ ചെറിയ വിശേഷങ്ങളൊക്കെ ഇതാണ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ശനി ഞായർ ദിവസങ്ങളിലൊക്കെ മക്കളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണല്ലോ. അപ്പോൾ ഈ വക പരിപാടികൾക്കൊന്നും പറ്റില്ല. ഇതിപ്പോൾ മോൾ ഉറങ്ങുന്ന ടൈമും മോൻ കുറച്ച് നേരം പുറത്ത് പോയി കളിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, ഊണ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ള പണി അനുസരിച്ച് അങ്ങോട്ട് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി കടയിൽ പോക്ക് എന്തായാലും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടയ്ക്കണം, പിന്നെ മേളിൽ ടെറസ് ഒന്ന് തൂക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ലീനിങ് ഞാനിവിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ചോറൊന്നിട്ട് എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയിലേക്കും കൂടെ പോവാണ്. വേറെ നല്ല വിശേഷം. അപ്പോൾ നമ്മൾ ഈ ജനലും മറ്റുമൊക്കെ തുടയ്ക്കുന്ന ടൈമിൽ
പൊടി ഒത്തിരി പറക്കാണ്ടിരിക്കണമെങ്കിൽ ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടവലോ തുണിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല, ഞാൻ കാലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കട്ടിലോട്ട് കയറിയത്. അപ്പോൾ വേറൊന്നും കരുതരുത് നിങ്ങൾ. അപ്പോൾ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മോള് ജസ്റ്റ് നല്ല ഉറക്കത്തിലാണ്. ഇന്നിപ്പോൾ രാവിലത്തെ ഉറക്കം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ടൈമായപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എഴുന്നേറ്റിട്ട് വേണം ചോറ് കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കാനുള്ള ചോറ് ഞാൻ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഊണും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കഴിച്ച് മോക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ ഇറക്കി നമുക്കൊന്ന് തുടച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. ബൈ.